ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അപ്പൊ നമ്മുടെ കൊട്ടയും പൂവും ഒക്കെ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മുടെ പൂക്കാലം വരവായി. അപ്പൊ ഒത്തിരി സന്തോഷത്തോടെ ഇത്തിരി സങ്കടത്തോടെയാണ് കേട്ടോ ഈ വീഡിയോ. അപ്രതീക്ഷിതമായ മഴ. കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മുടെ ഫാമൊക്കെ കണ്ടതല്ലേ? എന്ത് ഉഷാറായിട്ടല്ലേ നിന്നിരുന്നത്. എന്താ ചെയ്യാ, പ്രകൃതി എന്താ നിശ്ചയിച്ചെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇച്ചിരി പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്, അങ്ങനത്തെ ഇച്ചിരി പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ കുട്ടികൾ ആഗ്രഹിച്ച പോലെ കുട്ടികളുടെ സ്കൂളിലെ പൂക്കളത്തിന് ഇത്തവണ ഇവർക്ക് പൂ പറിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേ പൂവ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. അപ്പൊ നിങ്ങള് തുടർന്ന് വീഡിയോ കാണാം. അല്ലയോ സുന്ദരി, നീ ഒരിക്കലും വാടാത്തത് കൊണ്ടാണോ നിനക്ക് വാടാർമല്ലി എന്ന് പേര് വന്നത്? അത്തം പിറന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ വീട്ടുമുറ്റത്തും കളങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു യഥാർത്ഥ കർഷകന്റെ മനസ്സില് ഓണനിലാവിനുള്ള എല്ലാ പ്രതീക്ഷകളും മങ്ങി തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ ചെടികളുടെ അവസ്ഥ? അപ്രതീക്ഷിതമായ മഴ, പൂക്കളൊക്കെ ഒരുപാട് ചീഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം കാഴ്ചകളും നിങ്ങൾ കാണണം. നമ്മളുടെ വെറും നല്ല നല്ല കാഴ്ചകൾക്ക് ഇപ്പുറം ഇങ്ങനെ കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വിഷമത്തിലാണ് ഒത്തിരി. അപ്പൊ ഇനി ഈ പൂവിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടായിരിക്കും ഇനി വിപണിയിൽ എത്തുക. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർ നമ്മൾ വിചാരിക്കും, അയ്യോ ഒത്തിരി പൂവിന് എന്തൊരു വിലയാന്ന്. പക്ഷെ ഈ ഒരു ഓണം വിചാരിച്ച് എല്ലാ കർഷകരും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു കൃഷിയൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊരു ഭൂരിഭാഗം സാധനങ്ങളും ഇതുപോലെ നാശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുന്നത് തുച്ഛമായ ലാഭമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വൻ ഇടിവ് വരുത്താതെ എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാ കർഷകരിൽ നിന്ന് തന്നെ നിങ്ങൾ നേരിട്ട് പൂക്കൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ഇവരെ പോലുള്ള ചെറിയ ചെറിയ കർഷകർക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ സഹകരിച്ച് നമുക്ക് എല്ലാവരും ഒന്നായിട്ട്, നമ്മൾ മലയാളികൾ നമുക്കറിയാലോ, ഏതൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കൈ കോർത്ത് പിടിക്കുന്നവരാണ്. അപ്പൊ ഒപ്പം ഉണ്ടാവില്ലേ? ദിവസത്തിന്റെ കാത്തിരിപ്പാണ് ഈ കാണുന്ന സുന്ദരി പൂക്കൾ. അടുത്ത പ്രാവശ്യം ഓണത്തിന് നിങ്ങളും കൂടില്ലേ പൂക്കൃഷിക്ക്? അപ്പൊ നമ്മുടെ വിളവെടുപ്പൊക്കെ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ നാളെ സ്കൂളിലേക്കുള്ള പൂക്കളാണ് ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് വന്നിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോന്റെ സ്കൂളിലാണ് കേട്ടാ പ്രോഗ്രാം നാളെ. അപ്പൊ നമുക്ക് ഈ പൂവൊക്കെ ആയിട്ട് ഇനി നാളെ സ്കൂളിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ വൈകിട്ടാണ് പൂ പറിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ വന്ന് പൊട്ടിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ പാത്തു പറഞ്ഞ പോലെ, അല്ലയോ സുന്ദരി, നീ വാടാത്തത് കൊണ്ടാണോ നിന്നെ വാടാർമുല്ല എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കിനി നാളെ
സ്കൂളിൽ പോയിട്ട് കാണാൻ. ഒരു 4ാം ക്ലാസ്സുകാരന്റെ സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്ന ദിനമാണിന്ന്. സ്വന്തമായി വിളയിച്ചെടുത്ത പൂക്കൾ കൊണ്ട് ഓണപ്പൂക്കളം തയ്യാറാക്കണമെന്ന അവന്റെ ചെറിയൊരാഗ്രഹം ഇന്ന് അർത്ഥപൂർണമായിരിക്കുന്നു. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾക്ക് നിറം പകരാൻ നമ്മൾ രക്ഷിതാക്കൾക്കാകണം. എങ്കിൽ മാത്രമാണ് അന്ധകാരത്തിൽ അകപ്പെടാത്ത ഒരു പുത്തൻ തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്കാവുകയുള്ളൂ. കുട്ടികളോടൊപ്പം ഓണം കൂടാനാവുന്ന ഇത്തരം അവസരങ്ങൾ നാം രക്ഷിതാക്കൾ ഒരിക്കലും പാഴാക്കി കളയരുത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന മഹത്തായ സന്തോഷം കുട്ടികൾ അറിയാതെ അനുഭവിച്ചു പഠിക്കുകയാണ്. എല്ലാവർക്കും അത്തം ദിനാശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തസ്നീം നൗഫൽ.